നല്ല ഉള്ളോട് കൂടി ഇരിക്കുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഷൈനിങ്ങോടെയുള്ള ഹെയർ എല്ലാവരുടെയും ഡ്രീം ആയിരിക്കും അല്ലേ. പക്ഷെ അതെങ്ങനെ കിട്ടും? ഇപ്പോഴത്തെ ക്ലൈമറ്റ്, അതുപോലെ തന്നെ ഫുഡ് സ്റ്റൈൽ, അതൊക്കെ മാറുന്നതിനനുസരിച്ച് മുടിക്കും ഒരുപാട് ഇഷ്യൂസ്, ഉള്ളൊക്കെ പോകുന്നത്, അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്നത് ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഹെയർ മാസ്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റഡ് ആയിട്ടുള്ളൊരു മാസ്ക് ആട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന് കരുതി ഒരുപാട് പേര് എൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അതെൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ക്രാഫ്റ്റ് ആർട്ട് പേജിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എനിക്ക് ഇതുപോലെ വ്ളോഗ് ചാനൽ വേറെയുണ്ട്. അപ്പോൾ അതിലെൻ്റെ ഞാൻ ചെയ്യുന്ന ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു ചാനലിലും ഈ ഒരു ചാനലിലും ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ. ഒന്ന് എൻ്റെ ചാനൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൽ ഏതാണോ പാക്ക് കൂടുതലായിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും എല്ലാ പാക്കും ചേരണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെയറിന് ഏതാണോ മാച്ച് അത് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹെയർ ലോസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് നിങ്ങൾക്ക് ചേരാത്തതാണെന്നുള്ളത്. അല്ലാതെ വേറെ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു പാക്ക് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് മാത്രം അത് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ കെയർ ടിപ്സ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ സ്കാൽപ്പ് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതാണോ ഓയിൽ തേക്കുന്നത് ആ ഒരു ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ചെമ്പരത്തി കൂടുതൽ മൊട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇലയും കൂടിയെടുക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നോക്കിയപ്പോൾ അധികം ചെമ്പരത്തി പൂ കാണുന്നില്ല. 5 ഇതളുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആയിട്ടുള്ള ചെമ്പരത്തി യൂസ് ചെയ്യാം. കൂടുതലും ചെമ്പരത്തി പൂവ് മൊട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇലയും ആഡ് ചെയ്യാം. ഇലയും നല്ല യൂസ്ഫുൾ തന്നെ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ടേൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് അലോവേറ ജെല്ല്, നാച്ചുറൽ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. അല്ലാണ്ട് നമുക്കിത് ഇതുപോലെ അലോവേറ ജെല്ലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഡൗട്ടുള്ളവർക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെമ്പരത്തി പൂവാണ് കൂടുതൽ എടുക്കേണ്ടത്. അല്ലെങ്കിൽ മുട്ടാണെങ്കിൽ മുട്ട എടുക്കുക. അതിൽ ചെമ്പരത്തി ഇലയും കുറച്ചും കൂടി ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊന്ന് അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അലോവേറ ജെല്ലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മഞ്ഞേൻ്റെ മണം പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ, മുട്ടയുടെ മഞ്ഞേൻ്റെ മണം പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രമേ യൂസ് ചെയ്യാം. പക്ഷേ മഞ്ഞ ഒഴിവാക്കണം ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ഓഫീസ് സ്കൂളിലൊക്കെ പോകുന്നവരെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ മണത്തിൻ്റെ ഒക്കെ ഇഷ്യൂ വരുന്നതിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു മഞ്ഞ ഒഴിവാക്കാം. മഞ്ഞയും കൂടി ഉള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. കാരണം നല്ല പ്രോട്ടീൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ചേഞ്ച്, നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. എന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാട് പേര്, ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മുടി ഇത്രയും നീളം വന്നത്, എങ്ങനെയാണ് ഹെയർ കെയർ ടിപ്സ് എന്താണെന്നൊക്കെ. കാരണം എന്നെ അറിയുന്നവർക്കറിയാം എനിക്കൊരു കാലത്ത് ജസ്റ്റ് ആ ഒരു വട്ടക്സിൻ്റെ ഒക്കെ മുകളിൽ മാത്രമാണ് മുടി ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് വട്ടക്സും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വട്ടക്സ് കഴിയാൻ വേണ്ടി നിൽക്കാറില്ല. അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ നിർത്തിയിട്ട് ഞാൻ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ താഴോട്ടേക്ക് വരുമ്പോൾ വോളിയം കുറഞ്ഞ പോലത്തെ ഒരു ഫീൽ വരാറുണ്ട്. പിന്നെ വോളിയം കുറയാനുള്ള കാരണം ഞാൻ സൈഡിലൊക്കെ കുറേ മുറിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ സ്കാൽപ്പിൽ കൂടുതൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മാത്രം ബാക്കി ഉണ്ടെങ്കിൽ ഹെയർ ലെങ്ത്തിലും കൂടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് മാത്രം കംപ്ലീറ്റ് ഒരു 20 മിനിറ്റെങ്കിലും മിനിമം വെക്കണം. ഞാനിവിടെ അരമണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നോർമലി എന്ത് പാക്ക് ഇട്ടാലും ഒരു അരമണിക്കൂറെങ്കിലും നിർത്തിക്കാറുണ്ട്. കാരണം നമുക്ക് അത്രയും അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നേരമെങ്കിലും അത് കീപ്പ് ചെയ്യണം. ഭയങ്കര തിരക്ക് പിടിച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. അതുതന്നെയാണ് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മുടെ ഹെയറിൽ നമ്മൾ ഈ ചെയ്ത പാക്കും കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ട് തലയിൽ. എന്തായാലും ഉണങ്ങിയതിന് ശേഷം, അതായത് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഉണങ്ങിയതിന് ശേഷം നാളെ ഞാൻ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. മുട്ടേൻ്റെ മണമൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരെ, സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ കുറച്ച് കണ്ടീഷണർ യൂസ് ചെയ്തോ, അത് വേണമെങ്കിൽ മാത്രം മതി. വലിയ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ ചീകി സെറ്റാക്കിയപ്പോൾ കണ്ടോ നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പാക്കിൽ. നിങ്ങൾ എന്തായാലും കുറ്റം പറയുന്നതിന് മുന്നേയായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നെഗറ്റീവ് അടിക്കുക. ഇതിൽ എഗ്ഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അലോവേര ജെൽ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടിയുള്ള സൊല്യൂഷൻ തന്നെയാണ്. പിന്നെ നോർമലി അറിയാലോ, നാച്ചുറലായിട്ടുള്ള പണ്ട് പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഭവമാണ് താളി. ഇത് നമ്മൾ താളിക്ക് പകരം കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് യൂസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്
മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പാക്കായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം മുടി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നിങ്ങൾക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേന്നതായി ഇതുപോലെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ വോളിയായിട്ട് നല്ല സിൽക്കി സ്മൂത്തായിട്ട് മുടിയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ താഴത്തെ ഭാഗത്ത് 1 ഇഞ്ച് മുടി കട്ടും കൂടെ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ മുടി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ അമ്മമാരൊക്കെ എന്തായാലും ദേഷ്യപ്പെടും, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാവണമെങ്കിൽ, അതുപോലെ തന്നെ അറ്റം പൊളരുന്ന ആ ഒരു പ്രശ്നമൊക്കെ മാറണമെങ്കിൽ നമ്മൾ മന്ത്ലി ഒരു ഇഞ്ചെങ്കിലും വെച്ചിട്ട് എല്ലാ മാസവും ഒരു 1/2 ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ 1 ഇഞ്ചെങ്കിലും മുറിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മുടി വളരുന്നുണ്ടോയെന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്തണം. കാരണം നിങ്ങൾക്ക് എന്തായാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് അവിടെ കെട്ടി വെച്ചതിന് ശേഷം നല്ല നീറ്റായിട്ടൊന്ന് ചീകി അതിൻ്റെ ജടയൊക്കെ കളഞ്ഞിട്ട് താഴെ പോർഷനിൽ മാത്രം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ യൂസ് ചെയ്യുക. ഇവിടെ എനിക്ക് ഞാൻ ചെയ്തൊരു മണ്ടത്തര കുഞ്ഞു കത്രികയായിപ്പോയി, കുഴപ്പമില്ല. നല്ല മൂർച്ചയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അധികം ഡാമേജ് ഇല്ലാണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പാക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും എഫക്റ്റഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ കുറ്റം പറയുന്നതിന് മുന്നേ ആയിട്ട് ഇതൊക്കെ വർക്കിംഗ് ഒന്നും അല്ല എന്നൊക്കെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരോടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഒരിക്കലെങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രം വന്നിട്ട് നെഗറ്റീവ് പറയുക. കാരണം അത്രയും എഫക്റ്റഡ് ആണെന്ന് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് തന്നെ. അപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾ നെഗറ്റീവ് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. കാരണം അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലോ നിങ്ങൾ കാരണം ഇല്ലാതാക്കുന്നത്. എന്തായാലും മുടിക്ക് നെഗറ്റീവായിട്ടൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം എല്ലാം നാച്ചുറലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം.